എൽഡൊറാഡോ എന്ന സ്വർണ്ണ നഗരത്തെപ്പറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷേ ഈ സ്വർണ്ണ നഗരത്തിൽ തിരിഞ്ഞുപോയ 100-ലധികം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. എൽഡൊറാഡോ എന്ന സ്വർണ്ണ നഗരത്തിൻ്റെ നിഗൂഢതകളെപ്പറ്റി ഈ വീഡിയോയിൽ കാണാം. ദക്ഷിണാമേരിക്കയുടെ കൊടും കാട്ടിനുള്ളിൽ, പ്രത്യേകിച്ചും കൊളംബിയയുടെ ഘോരവനത്തിനുള്ളിൽ സ്ഥിതി ചെയ്തതായി പറയപ്പെടുന്ന ഒരു സ്വർണ്ണ നഗരമാണ് എൽഡൊറാഡോ. 15-ാം നൂറ്റാണ്ടിൽ സ്പാനിഷുകാർ ദക്ഷിണാമേരിക്കയിലേക്ക് കുടിയേറുമ്പോഴാണ് ഈ നഗരത്തെക്കുറിച്ചുള്ള കഥകൾ ആരംഭിക്കുന്നത്. യൂറോപ്പിൽ നിന്ന് പര്യവേക്ഷണത്തിനെത്തിയ സ്പാനിഷുകാർ, ബ്രിട്ടീഷുകാർ തുടങ്ങിയ എല്ലാവരും തന്നെ മറ്റു നഗരങ്ങളെ ആക്രമിച്ച് അവിടെയുള്ള ജനങ്ങളെ അടിമകളാക്കുകയും അവരുടെ സ്വത്ത് മുഴുവൻ കൈക്കലാക്കുകയും ചെയ്തു. അങ്ങനെ ദക്ഷിണാമേരിക്കയിലേക്ക് എത്തിയ സ്പാനിഷുകാർ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാരിൽ നിന്നും ഒരു കഥ കേട്ടു. അഡൽസ് മലമ്പ്രദേശത്ത് മോയിസ്ക എന്നൊരിനം ഗോത്രവിഭാഗം ജീവിച്ചിരുന്നു. അവരുടെ മൂത്ത തലവൻ മരിച്ച് പുതിയ തലവനെ തിരഞ്ഞെടുക്കുമ്പോൾ ശരീരം മുഴുവൻ സ്വർണം കൊണ്ട് പൂശി വിലപിടിപ്പുള്ള സ്വർണം, വജ്രം എന്നിവ ധരിച്ച് ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന വിധം ഗോറ്റവിറ്റ തടാകത്തിൽ ഒഴുക്കുമെന്ന കഥ ഗോത്രവർഗ്ഗക്കാരിൽ നിന്നും സ്പാനിഷുകാർക്ക് ലഭിച്ചു. ശരിക്കും സ്പാനിഷുകാർ ആ കഥയിൽ പറയപ്പെടുന്ന മൂത്ത തലവനെയാണ് ആദ്യം എൽഡൊറാഡോ എന്ന് വിളിച്ചിരുന്നത്. അതിൽ നിന്ന് തന്നെ സ്പാനിഷുകാർ മനസ്സിലാക്കിയിരുന്നു അവരുടെ കയ്യിൽ വലിയൊരു സ്വർണ്ണശേഖരം ഉണ്ടാകുമെന്ന്. ആ സ്വർണം മുഴുവൻ കൈക്കലാക്കാൻ അതും തിരഞ്ഞു ചെന്നു സ്പാനിഷുകാർ. ശരിക്കും പണ്ടുകാലത്ത് കൊളംബിയ സംസ്കാരത്തിൽ സ്വർണത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. സ്പാനിഷുകാർ ആ നഗരത്തെ തിരഞ്ഞു ചെന്നതിന് മറ്റൊരു പ്രധാന കാരണം സ്പാനിഷുകാർ അടിമകളാക്കി വെച്ചിരുന്ന മായ, ഇൻക, അൻഗസ്റ്റസ് തുടങ്ങിയ ജനവിഭാഗത്തിൽ നിന്നും ഒരുപാട് സ്വർണങ്ങളും സ്പാനിഷുകാർ പിടിച്ചെടുത്തിരുന്നു. അതുകൊണ്ട് തന്നെയാണ് എൽഡൊറാഡോ എന്ന സ്വർണ്ണ നഗരത്തെ തിരഞ്ഞു ചെല്ലുവാനും പ്രധാന കാരണം. 1540-കളിൽ മോയിസ്ക ഗോത്രവർഗ്ഗക്കാർ ജീവിച്ചിരുന്ന ഗോറ്റവിറ്റ തടാകത്തിൽ എത്തിപ്പെട്ടു. പക്ഷേ സ്പാനിഷുകാർ സ്വർണത്തിനെ തിരഞ്ഞു ചെല്ലുന്നതിന് വർഷങ്ങൾക്ക് മുൻപേ തന്നെ മോയിസ്ക വിഭാഗം സ്വർണം കൊണ്ടുള്ള ചടങ്ങുകളെ പൂർണ്ണമായും തന്നെ ഉപേക്ഷിച്ചിരുന്നു. എന്നാൽ സ്പാനിഷുകാർ അവരെ കണ്ടെത്തുകയും അവരെ കൊണ്ട് തന്നെ ഗോറ്റവിറ്റ തടാകത്തിൽ നിന്നും സ്വർണത്തെ എടുക്കാൻ ശ്രമങ്ങളും നടത്തി. തടാകത്തിൽ നിന്ന് കുറച്ച് സ്വർണം ലഭിച്ചെങ്കിലും കൂടുതലായൊന്നും കണ്ടെത്താൻ സ്പാനിഷുകാർക്ക് കഴിഞ്ഞില്ല. ശരിക്കും എൽഡൊറാഡോയെ പറ്റിയുള്ള കഥ ഇവിടെ അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ യൂറോപ്യന്മാർക്ക് സ്വർണത്തോടുള്ള അത്യാഗ്രഹം എൽഡൊറാഡോ എന്ന സ്വർണ്ണ നഗരം മറ്റെവിടെ കൂടിയുണ്ടെന്ന് അവർ വിശ്വസിച്ചു. അങ്ങനെ നിരവധി പേർ ഈ സ്വർണ്ണ നഗരത്തെ കണ്ടെത്താനായി കൊടും കാട്ടിനുള്ളിൽ ചെന്നെങ്കിലും അവരിൽ പലരും ഗോത്രവർഗ്ഗക്കാരുടെ ആക്രമണത്തിലും പകർച്ചവ്യാധികൾ മൂലവും മരണപ്പെട്ടു. ജീവനോടെ തിരിച്ചു വന്നവരിൽ പലർക്കും ആ നിധിയെ കണ്ടെത്താനും കഴിഞ്ഞില്ല. എൽഡൊറാഡോയെ തിരഞ്ഞു ചെന്ന ഫ്രാൻസിസ്കോ ഡി ഒർലാന എന്ന വ്യക്തി ആമസോൺ നദിയുടെ മുഴുവൻ നീളവും അളന്നു പൂർത്തിയാക്കിയതായി പറയപ്പെടുന്നു. തിരഞ്ഞു ചെന്ന ആർക്കും സ്വർണ്ണ നഗരത്തെ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും വീണ്ടും പലരും ആ നിധിയെ തിരഞ്ഞു ചെന്നതിന് മറ്റൊരു കാരണമുണ്ട്. 1531-ൽ ജുവാൻ മാർട്ടിനസ് എന്ന വ്യക്തി മരിക്കുന്നതിന് തൊട്ടു മുൻപ് ഒരു രഹസ്യം വെളിപ്പെടുത്തി. അദ്ദേഹം ഈ നഗരത്തെ തിരഞ്ഞു ചെല്ലുമ്പോൾ ദിശ അറിയാതെ കിലോമീറ്ററോളം വഴിതെറ്റി സഞ്ചരിച്ചതായും അങ്ങനെ എത്തിപ്പെട്ട സ്ഥലത്തു നിന്നും അവിടുത്തെ ഗോത്രവിഭാഗക്കാർ അദ്ദേഹത്തെ കണ്ണുകൾ കെട്ടി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയതായും കണ്ണുകൾ തുറക്കുമ്പോൾ താൻ നിന്നത് ഒരു സ്വർണ്ണ നഗരത്തിൽ ആയിരുന്നു എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. ഏകദേശം 7 മാസത്തോളം അദ്ദേഹം അവിടെ താമസിച്ചിരുന്നതായും അവിടുത്തെ ആളുകൾ വളരെ സ്നേഹത്തോടെയാണ് തന്നോട് പെരുമാറിയതെന്നും അദ്ദേഹം പറഞ്ഞു. അതുമാത്രമല്ല, ആ നഗരത്തെ അവർ മനോവ എന്ന് വിളിച്ചിരുന്നതായും അത് പരീം എന്ന തടാകത്തിൻ്റെ അരികിൽ സ്ഥിതി ചെയ്യുന്നതായും ആ നഗരത്തിലെ മണ്ണ് പോലും സ്വർണ്ണമായിരുന്നു എന്നും ജുവൻ മാർട്ടിനസ് വെളിപ്പെടുത്തി. എൽഡൊറാഡോയെ തിരഞ്ഞു ചെന്ന വ്യക്തികളിൽ മറ്റൊരു പ്രധാന വ്യക്തിയാണ് സർ വാൾട്ടർ റെലെ. അദ്ദേഹത്തിലൂടെയാണ് എൽഡൊറാഡോ എന്ന് സ്പാനിഷുകാർ വിശേഷിപ്പിച്ചിരുന്ന മനോവ സ്വർണ്ണ നഗരത്തെക്കുറിച്ചും പരീം എന്ന തടാകത്തെക്കുറിച്ചും യൂറോപ്യന്മാർ മനസ്സിലാക്കിയത്. ഇദ്ദേഹം 2 തവണ ഈ നഗരത്തെ തിരഞ്ഞു ചെന്നിട്ടുണ്ട്. എന്നിട്ടും ആ സ്വർണ്ണ നഗരത്തെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. എൽഡൊറാഡോയെ തിരഞ്ഞു ചെന്ന പലരും മരണപ്പെട്ടെങ്കിലും സ്വർണത്തോടുള്ള അതിമോഹം പലരെയും വീണ്ടും ആ നിധിയെ കണ്ടെത്തുവാൻ പ്രേരിപ്പിച്ചു. ഒടുവിൽ ഈ തിരച്ചിലിനൊക്കെ അവസാനമുണ്ടാക്കിയത് അലക്സാണ്ടർ ഹാമിൽട്ടൺ എന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ആ നഗരം സ്ഥിതി ചെയ്തിരുന്നതായി കരുതപ്പെടുന്ന നദിയുടെ തീരങ്ങൾ മുഴുവൻ തീവ്രമായ തിരച്ചിൽ നടത്തിയിരുന്നു. എങ്കിലും അദ്ദേഹത്തിനും മനോവ സ്വർണ്ണ നഗരത്തെക്കുറിച്ചോ പരീം തടാകത്തെക്കുറിച്ചോ ഒന്നും കണ്ടെത്തുവാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ എൽഡൊറാഡോ വെറുമൊരു കഥയാണെന്ന് അദ്ദേഹം അറിയിച്ചു. കഴിഞ്ഞ 2 നൂറ്റാണ്ടുകളായി എൽഡൊറാഡോ വെറുമൊരു കെട്ടുകഥയാണെന്ന് പറയപ്പെട്ടാലും അതിപ്പോഴും വിശ്വസിക്കാത്ത ആളുകളുണ്ട്. ശരിക്കും ഇന്നും ആ നഗരത്തെ തിരഞ്ഞു ചെല്ലുന്നവരും ഉണ്ടെന്ന് പറയപ്പെടുന്നു. അങ്ങനെ തിരഞ്ഞു ചെന്നവരിൽ പലരും തിരിച്ചു വന്നിട്ടില്ല എന്നതാണ് സത്യം. എൽഡൊറാഡോ എന്നത് സത്യമല്ല എന്ന് നൂറ്റാണ്ടുകളായി പറയപ്പെടുന്നുണ്ടെങ്കിലും 1970-കളിൽ ഒരു പ്രധാന തെളിവ് കണ്ടെത്തിയിരുന്നു. കൊളംബിയയിലെ പോക്കറ്റ താഴ്വരയിലെ ഒരു ഗുഹയിൽ നിന്നും മോയിസ്ക ജനങ്ങളുടെ ആചാര ചടങ്ങിന് പ്രതിരൂപമായ സ്വർണം കൊണ്ട് നിർമ്മിച്ച ഒരു പുരാവസ്തു കണ്ടെടുക്കപ്പെട്ടു. ഇത് എൽഡൊറാഡോ നഗരത്തെക്കുറിച്ചുള്ള പ്രധാന തെളിവായി കണക്കാക്കപ്പെടുന്നു.
കാരണം സമീപകാലങ്ങളിൽ ആധുനിക സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ ആമസോൺ വനത്തിനുള്ളിൽ വലിയ നഗരങ്ങൾ സ്ഥിതി ചെയ്തിരുന്നതിനായുള്ള തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അങ്ങനെയൊരു നഗരം ആമസോൺ വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്തിരിക്കാം എന്ന സംശയവുമുണ്ട്.